ഗായ്സ് നമ്മളിപ്പോൾ പഞ്ചാബിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. തണുത്ത് വിറയ്ക്കുന്ന ഒരു രാത്രി ഗായ്സ്. നമ്മളങ്ങനെ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട് ഇപ്പോൾ നമ്മൾ പഞ്ചാബിലെത്തിയിരിക്കുകയാണ്. പഞ്ചാബിൽ നമ്മൾ മണാലിയിലേക്ക് പോകുന്ന വഴിയാണ്. ഇന്ന് ഫുള്ള് ഈ രാത്രി നമ്മൾ ബസ്സിലാണ് ഉറക്കമൊക്കെ. അപ്പോൾ നമ്മളിവിടെ ധാബ ഫുഡ് കഴിക്കാൻ വേണ്ടി, ഇവിടെ കംപ്ലീറ്റ് ധാബയാണ്, പഞ്ചാബാണ് അറിയാലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മണാലി പാക്കേജ് ടീം യാത്രാപ്രാന്തിയോടൊപ്പമുള്ള നമ്മുടെ മണാലി ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇന്ന് രാത്രി ഫുള്ള് ബസ്സിലാണ് ട്രാവലിംഗ് ഒക്കെ. തണുത്ത് വിറച്ച് ഒരു രക്ഷയില്ല ഗൈസ്. എൻ്റെ വായനൊക്കെ ആവിതാ വരുന്നു ഗൈസ്. വീഡിയോ എടുക്കുന്ന ആളും ഞാനും എല്ലാവരും കിടകിടകളാന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് മണാലി ട്രിപ്പിൻ്റെ അടിപൊളി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ധാബയിൽ നിന്ന് ഫുഡ് കഴിക്കാം. വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അരമണിക്കൂർ ടൈമേ ഉള്ളൂ. നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ബാത്റൂമിലൊക്കെ പോകാനൊക്കെ ഉണ്ടെങ്കിൽ വാഷ്റൂമൊക്കെ യൂസ് ചെയ്ത് നേരെ ബസ്സിൽ ചെന്നിരിക്കാനാണ് ടീം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ ഫുഡ് കഴിച്ചാലോ? കമ്മോ. ബൊഫയാണ് ഈ ധാബയാണിത്, അറിയാലോ. അപ്പോൾ 250 രൂപ പെർ പേഴ്സൺ. നമ്മൾ 2 പേർക്ക് 500 കൊടുത്തിട്ട് ബൊഫെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാം. പനീർ, ഇതെന്താ? മഞ്ചൂരിയനാണ്. നൂഡിൽസ്, റൈത്ത, റൊട്ടി ഇല്ല, ഇത് റൈത്ത. ഇതെന്താണ്? വാഴപ്പിണ്ടിയ. എന്താ വാഴപ്പിണ്ടിയ? ക്യാരറ്റാണ്. ഗായ്സ്, ഇപ്പോൾ നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട് 250 രൂപയ്ക്ക്. നോൺ വെജ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, കംപ്ലീറ്റ് ധാബ ടൈപ്പ് ഫുഡാണ്. നൂഡിൽസ് ഉണ്ട്, ഒരു റൈസ് ഉണ്ട്, ഗോബി മഞ്ചൂരിയൻ ഉണ്ട്, റൈത്തുണ്ട്, പിന്നെ ക്യാരറ്റും. ഇതെന്ത് വാഴപ്പിണ്ടിയോ? വാഴപ്പിണ്ടിയോ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ. അറ്റാക്കാവോ? ഹലോ ഗായ്സ്, നമ്മളിതാ തണുത്ത് വിറയ്ക്കുന്നു ഗായ്സ്. നമ്മളിപ്പോൾ പഞ്ചാബിലാണ് ഉള്ളത്. നമ്മളിവിടെ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ബൊഫ എടുത്തത് ഫ്രൈഡ് റൈസ് അല്ല, ഒരു ടൈപ്പ് റൈസ്, അതുപോലെ നൂഡിൽസ് ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൂടെ റൊട്ടിയോ അല്ലേ, റൊട്ടി ഉണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു ഗായ്സ്. അപ്പോൾ ഇവിടെയാണ് പാക്കേജ്. ഇവർ ട്രിപ്പ് സ്ഥിരമായിട്ട് ഇത് മണാലിയൊക്കെ പോകുമ്പോൾ ഇവിടുന്നാണ് നൈറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തുക. ഇവിടെ നമ്മളെ നാട്ടിലത്തെ പോലെ റെസ്റ്റോറൻ്റ് ഒന്നുമില്ല, ഫുള്ളി ധാബയാണ് ധാബ. അപ്പോൾ അവിടെ കയറി ഫുഡ് കഴിച്ചു. എല്ലാവരും ഇതേ വണ്ടിയിലോട്ട് കയറാൻ നിൽക്കുവാണ്. നമുക്കിവിടെ അരമണിക്കൂർ ടൈം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ വാഷ്റൂമിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബസ് കേട്ടോ, ഉണ്ടല്ലോ. ഈ ബസ്സിലാണ് നമ്മൾ മണാലിയിലോട്ട് പോകുന്നത്. രാവിലെയാണ് നമ്മൾ മണാലിയിൽ എത്തുക. മണാലി നമുക്ക് അവിടുന്ന് ട്രാവലറിലോ. അയ്യോ ഗായ്സ്, കണ്ടല്ലോ എൻ്റെ വായനൊക്കെ ഫുള്ള് സ്നോ ആണ് വരുന്നത്. ഹെവി മഞ്ഞാട്ടോ, ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഹെവി ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെഡി, കമ്മോ. അങ്ങനെ നമ്മൾ മണാലിയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ രാവിലെ 6 മണി ആയിട്ടുണ്ട്. ഇന്നലെ രാത്രി 10 മണിക്ക് നമ്മൾ ഡൽഹിയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട യാത്ര മണാലി എത്തി 6 മണിക്ക്. അതിനിടയിൽ നമ്മൾ 1-2 സ്ഥലത്ത് വാഷ്റൂം യൂസ് ചെയ്യാനും അതുപോലെ രാത്രിയിൽ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വണ്ടി നിർത്തിയിരുന്നു. സെമി സ്ലീപ്പർ ബസ്സാണ് ഡൽഹി ടു മണാലി വരെ. മണാലിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ട്രാവലറിലാണ് 3 ദിവസം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ നമ്മൾ മണാലിയിലാണ് ഇവർ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലിലെത്തിയതും നമ്മളവിടെ ഫ്രഷപ്പായി ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്നാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഒരു ഉച്ചയോട് കൂടിയിട്ട് സൈറ്റ് സീയിങ് കാണാനായിട്ട് ഇറങ്ങും. അപ്പോൾ മണാലി
വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ആദ്യമായിട്ട് മണാലി കാണാൻ വരുന്ന അതിലുള്ളൊരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിരുന്നു. എല്ലാ മെമ്പേഴ്സും നല്ല ഉറക്കത്തിലാണ്. ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ഉറങ്ങി, പിന്നെ അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ മൊബൈലിലൊക്കെ കളിച്ച് അങ്ങനെ ടൈമൊക്കെ അങ്ങനെ പോയി. ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രാത്രിയിലെ ആ ഒരു തണുപ്പ്, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗായ്സ്. അപ്പോൾ മണാലിയിൽ എത്തുന്നതേ ഉള്ളൂ. മണാലിയിൽ എത്തിക്കഴിഞ്ഞാലുള്ള തണുപ്പിൻ്റെ കാര്യം ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മണാലിയിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇങ്ങനെ ആ റോഡിലെ വഴിയോര കാഴ്ചകളും മണാലിയിലെ രാവിലത്തെ ആ ഒരു കോടമഞ്ഞ് മൂടിയിട്ടുള്ള തണുപ്പൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളുടെ മണാലി യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉറക്കത്തിലാണ്, ആരും എണീറ്റിട്ടില്ല. നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നേരത്തെ ഒരു 6 മണിക്ക് തന്നെ ലൈറ്റൊക്കെ കണ്ടപ്പോൾ അങ്ങനെ എണീറ്റതാണ്. അപ്പോൾ എല്ലാവരും മണാലി എപ്പിസോഡ് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓരോ എപ്പിസോഡും കാണണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു 3 സ്റ്റാർ ഹോട്ടലാണ് ഇവർ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഫുഡ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമുക്ക് ഹോട്ടലിൽ നിന്നാണ്. ലഞ്ച് നമ്മൾ എക്സ്ട്രാ കഴിക്കണം. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റാണ് പാക്കേജിലുള്ളത്. പിന്നെ നമ്മൾ ട്രാവലറിലാണ് 3 ദിവസം മണാലിയൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഭയങ്കര രസമാട്ടോ. ഒരുപാട് ഫോട്ടോ സീനറി ഉള്ള സ്ഥലങ്ങളാണ്. നമുക്ക് സ്നോഫോൾസൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം പ്രതീക്ഷകളാണല്ലോ നമ്മളുടെ ഓരോ യാത്രകളും, അല്ലേ? അപ്പോൾ നമുക്കിനി മണാലിയിൽ എത്തിയിട്ട് കാണാം, നമ്മുടെ ഹോട്ടലൊക്കെ പരിചയപ്പെടാം. ഹോട്ടലൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ഈ റോഡൊക്കെ ഭയങ്കര ഇങ്ങനെ കൺജസ്റ്റഡ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ കഴിഞ്ഞ വർഷം എന്തോ മഴക്കാലത്ത് ഭയങ്കര ദുരന്തം നടന്ന സ്ഥലമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഹലോ ഗായ്സ്, നമ്മളിപ്പം മണാലിയിൽ എത്തിയിരിക്കുകയാണ്. മണാലിയിൽ നമ്മളിവിടെ ഒരു 6:30 ആകുമ്പം റീച്ച് ചെയ്തു. ഇന്നലെ രാത്രി ഫുള്ള് ട്രാവലിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന നമ്മളൊരു 3 ഡേയ്സ് 3 ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടലാണിത്. മണാലിയിലാണുള്ളത്. സ്നോ വൈറ്റ് റീജൻസി എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഇതൊരു 3 സ്റ്റാർ കാറ്റഗറി ആണെന്നൊക്കെ പറയുന്നുണ്ട്. നല്ല നീറ്റായിട്ടുള്ള ഹോട്ടലാണ്. നമ്മൾ റൂമിലോട്ട് പോയിട്ടില്ല, റൂം ചെക്ക് ഇൻ ആയിട്ടില്ല. 11 മണിക്ക് നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിൽ 1-2 ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു മെനു. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നമ്മൾ ഇവിടുന്ന് ഫ്രഷപ്പായിട്ട് നമ്മളെ സൈറ്റ് സീയിങ്ങും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമ്മൾ പോകും. ഭയങ്കര തണുപ്പാട്ടോ. മണാലി എന്ന് പറയുമ്പോൾ തണുപ്പിൻ്റെ കാര്യം പറയണ്ടല്ലോ അല്ലേ. തണുപ്പ് എന്നൊരു സംഭവത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഗൈസ്. കൈയൊക്കെ അങ്ങനെ മറവെച്ചിരിക്കുവാണ്. എന്താ പറയുക, ഇന്നലെ ഇട്ട സെയിം ഡ്രസ്സ് തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഫ്രഷപ്പ് ആയിട്ടൊന്നുമില്ല. ഇനിയിപ്പോൾ റൂമിൽ കയറി ചെക്ക് ഇൻ ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രഷപ്പ് ആവാനായിട്ട്. അപ്പോൾ നമ്മളെ മണാലി ട്രിപ്പ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ഡേ ആണ്. ഇന്നലെ രാത്രി ഫുള്ള് നമ്മൾ സെമി സ്ലീപ്പർ ബസ്സിലായിരുന്നു. ഫുൾ ട്രാവലിംഗ് ആയിരുന്നു. പഞ്ചാബിൽ നിന്നാണ് നമ്മൾ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചത്, ധാബയിൽ കയറിയിട്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തു. നമ്മളിപ്പോൾ മണാലിയിലുള്ള സ്നോ വൈറ്റ് റീജൻസിയിലുള്ളത്. 44 പേരുണ്ട്. എല്ലാവരെയും നമ്മൾ ഇങ്ങനെ കോമൺ ആയിട്ടൊന്നും പരിചയപ്പെട്ടിട്ടില്ല. എല്ലാവരും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. കാരണം എല്ലാവരും എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറി അങ്ങനെ ഫുള്ളി ട്രാവലിംഗ് ഒക്കെ ആയിരുന്നു. ഇതൊക്കെ ഇതാണ് കേട്ടോ, നല്ല അടിപൊളി റൂം തന്നെയാണ്. 2 ഷെയറിംഗ് ആണ് വരുന്നത്. ഒരു റൂമിൽ 2 പേര്. ഇപ്പോൾ കപ്പിൾസും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ വേറെ വേറെ റൂമുകളിലാണ്. നമ്മൾ 2 പേര്, ഞാനും ഷിബിലി ഈ റൂമിലാണുള്ളത്. അത്യാവശ്യം നല്ല റൂമാണ്. വലിയ ബെഡൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സോപ്പ്, ടവല്, സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു 3 സ്റ്റാർ ഹോട്ടലാണെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും പേരെന്തായിരുന്നു? വൈറ്റ് സ്നോ അല്ലേ? സ്നോ വൈറ്റ്.
സ്നോ വൈറ്റ് റീജൻസി എന്നാണ് ഈ ഹോട്ടലിന്റെ പേര്. മണാലിയിൽ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹോട്ടലാട്ടോ. അപ്പൊ ഇതിന്റെ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് പാക്കേജ് ആയതുകൊണ്ട് അവരാണ് റൂമിന്റെ റെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അത് നമ്മൾ എത്രയാണെന്നുള്ള ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം റൂമിന്റെ റെന്റ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്താണ് കേട്ടോ. ഈ ജാക്കറ്റ് ഒക്കെ നമ്മൾ മണാലിയിൽ വന്നിട്ട് ജാമ മസ്ജിദിന്റെ അവിടെ പോയിട്ട് ഇന്നലെ പോയിട്ട് മിഞ്ഞാന്ന് പോയിട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ ഈ മണാലി ട്രിപ്പ് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോ ബ്രാൻഡഡ് ജാക്കറ്റ് ഒന്നും മേടിച്ച് വരണ്ട, ഭയങ്കര റേറ്റ് ആണ്. ഇതൊക്കെ വെറും ചീപ്പ് ആൻഡ് ബെസ്റ്റ് 600 രൂപയ്ക്ക് നമ്മൾ 2 ജാക്കറ്റ് ഞങ്ങൾ മേടിച്ചു. അതുപോലെ തന്നെ ഇവിടുന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ 2 മണിക്ക് നമുക്ക് ഫ്രഷപ്പ് ആയിട്ട് റിസപ്ഷനിൽ റിപ്പോർട്ട് ചെയ്യണം. അവിടെ എല്ലാവരും വരും. ഈ ഫ്ലോറിൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഫ്ലോറുകളിലൊക്കെ ആയിട്ട് ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്നു, കുളിച്ചു, ഫ്രഷപ്പ് ആയി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഇന്നത്തെ സൈറ്റ് സീയിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എവിടെയൊക്കെ പോണത് എന്തൊക്കെയെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ റൂം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വലിയ റൂമാണ്, അത്യാവശ്യം നല്ലൊരു ഫാമിലി റൂമാണ് വരുന്നത്. ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അലങ്കോലാക്കി ഇട്ടിരിക്കുകയാണ്. വന്നപ്പോ തണുപ്പ് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ കുറെയൊക്കെ നമ്മളിങ്ങ് കൺട്രോൾ ചെയ്തതിന് ശരിയാവൂലേ. ഇപ്പൊ നമുക്ക് നാളത്തേക്കൊക്കെ തന്നെ സെറ്റ് ആയി പോയിക്കോളൂ. ഇന്നിപ്പോ നമ്മൾ ആദ്യമായിട്ട് വന്നതിന്റെ ആ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഇല്ലായികയില്ല. തണുപ്പ് നല്ല ഓവർ തണുപ്പ് തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്കിനി ഇറങ്ങാം. അപ്പൊ ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടല്. മണാലിയിൽ തന്നെയാണ് വരുന്നത്. ഹോട്ടലിന്റെ പേര് ഒന്നും കൂടെ പറയാം, സ്നോ വൈറ്റ് റീജൻസി എന്നാണ് ഈ ഹോട്ടലിന്റെ പേര്. ഇവിടെ നിങ്ങൾക്ക് റൂം ബുക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ പറയാൻ കേട്ടോ. താഴത്ത് ചോദിച്ചിട്ട് പറഞ്ഞുതരാം എത്രയാണ് ഇവിടെ റൂമിന്റെ റെന്റ് കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാം. നമ്മൾ പാക്കേജ് എടുത്ത് വന്നത് കൊണ്ട് പാക്കേജിൽ ഇൻക്ലൂഡ് ആണ് ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ച്. ഡിന്നർ നമ്മൾ അഡീഷണൽ കയ്യിൽ നിന്ന് എടുത്ത് കഴിക്കുക. 3 ദിവസത്തെ താമസവും ഫുഡും ആണ് പാക്കേജിൽ ഇൻക്ലൂഡ് ആയിട്ട് വരിക. പിന്നെ നമുക്ക് സൈറ്റ് സീയിങ് കാണാൻ വേണ്ടി പോകാനുള്ള ട്രാവലറും ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള യാത്രയും ഇവിടുന്ന് നമുക്ക് ഡൽഹിയിൽ ഇവര് നമ്മളെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് പാക്കേജിൽ വരുന്നത്. ഇതിന്റെ ബാൽക്കണിയാണ്, റൂമിന്റെ ബാൽക്കണി വ്യൂ ഉണ്ടല്ലോ, പൊളിയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ റൂമിന്റെ ബാൽക്കണി, കണ്ടല്ലോ ഗൈസ്. ഇതാണ് നമ്മുടെ റൂമിന്റെ ഒരു ബാൽക്കണി കേട്ടോ. ഹൈവ ഭയങ്കര നല്ല വ്യൂ ആണ്. തൊട്ടടുത്ത് വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് ഒക്കെ കേൾക്കാം. ഇവിടെ ഒരുപാട് റിസോർട്ടുകളും ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കാശ്മീരിലൊക്കെ പോയൊരു ഫീൽ അല്ലേ, അടിപൊളി. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമാണ് കേട്ടോ മണാലി കാണുക എന്നുള്ളത്. അപ്പോൾ എന്തായാലും അത് സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത സ്ഥലം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇതാട്ടോ നമ്മുടെ റൂമിന്റെ ബാൽക്കണിയാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല പണ്ടാരം ഓടിക്കോ. അയ്യോ നമ്മളെവിടെ പോണെന്ന് ഇപ്പോ നമ്മളുടെ ഗ്രൂപ്പിലുള്ള ഏറ്റവും വലിയ ആളാണ്, മുതിർന്ന ആളാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള. മണാലി കാണാൻ വന്നിരിക്കുകയാണ് അങ്ങ് മലപ്പുറത്തുനിന്ന് അല്ലേ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സും ഉണ്ട്. എല്ലാവരും വണ്ടിയിൽ കയറുവാണ്. എന്തെങ്കിലും ചെക്കായി നിൽക്കുന്നത് എന്താ?